കുറച്ച് ദിവസമായിട്ട് കുറേ നാളുകളായി വണ്ടിയുടെ സെൻട്രൽ ലോക്കിന് ഭയങ്കര പ്രശ്നം. ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ല. പല സമാനത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അവസാനം വളരെ യാദൃശ്ചികമായിട്ടൊരു കാര്യം കണ്ടെത്തി. വളരെ സ്ലോവിൽ നമ്മൾ ഈ ഡോറ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ പക്ഷെ നമ്മൾ നോർമലായിട്ട് ചെയ്യുമ്പോൾ ഇല്ല. പക്ഷെ വളരെ സ്ലോവിൽ ചെയ്യുമ്പോൾ എന്തോ ഒരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നോർമൽ കേസിൽ അത് വരാൻ സാധ്യത എന്ന് പറയുന്നത് ഈ ഡോറും ബോഡിയും തമ്മിൽ ഒരു വയറിങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡോർ ഇങ്ങനെ ഒരുപാട് തവണ നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞ് ഈ വയറിൻ്റെ ഉള്ളിലെ കമ്പികൾ പൊട്ടും. അത് ഡിസ്കണക്റ്റ് ആവും. പക്ഷേ വയറിൻ്റെ പുറമേ അതറിയില്ല. അതേപോലെ ബൈക്കിൻ്റെ ഹാൻഡിലിൻ്റെ താഴെയും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതാണെന്ന് കരുതി ഞാൻ എല്ലാ വയറുകളും നമ്മൾ വയർ വെച്ച് നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും ഈ പ്രശ്നം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവസാനം ഇവിടെ ഒരു എർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് കരുതി ഞാനിവിടെ ഡയറക്റ്റ് ബോഡിയിലേക്ക് കൊടുത്തിട്ട് നമ്മളിതിന് ഇവിടേക്കൊന്ന് കണക്ട് ചെയ്യുകയാണ്. നമ്മളത് കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്കതൊന്ന് ഊരിയെടുത്തിട്ട് നമുക്ക് നോക്കാം. നമ്മളെ ഡിസ്കണക്ട് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ വഴിക്ക് ചിന്തിക്കുന്നില്ല. കാരണം ഈ ഡോറും ഈ ബോഡിയും തമ്മിൽ ഒരു ലൂസ് കോണ്ടാക്റ്റ് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം 2 മെറ്റൽ ഹിഞ്ച് വെച്ചിട്ടാണ് താഴെ മുകളിലും 4 ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതും ഈ ഡോറും തമ്മിൽ എപ്പോഴും കണക്ഷൻ ഉണ്ട്, മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് തുരുമ്പൊക്കെ പിടിച്ചിട്ട്, ഈ ഹിഞ്ചിൻ്റെ ഭാഗം തുരുമ്പൊക്കെ പിടിച്ചിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റ് കംപ്ലീറ്റ് വാങ്ങി നോക്കി. അത് വെച്ച് കഴിഞ്ഞപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അവസാനം ഞാൻ കണ്ടെത്തി. അപ്പോൾ ഇനി ഒരു ഡയറക്റ്റായിട്ട് നമ്മളൊരു വയറ് ബോഡിയിലേക്ക് കൊടുക്കണം.